ഇതൊരു കളിസ്ഥലമല്ല. ഓരോ നീക്കത്തിലും ബുദ്ധിയും ഭാവനയും ചൊരിഞ്ഞുകിടക്കുന്ന ശബ്ദരഹിതമായൊരു തന്ത്രലോകം. ഇന്ത്യൻ ചെസ് ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച് കോട്ടയം. 30 ലക്ഷം രൂപയുടെ ആകെ ക്യാഷ് അവാർഡുമായി മത്സരങ്ങൾക്ക് വേദിയായി കോട്ടയം ചെസ് അക്കാദമി മാറുകയായിരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ സംഘടിപ്പിച്ച ഈ ടൂർണമെന്റിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രാൻഡ് മാസ്റ്റർമാരും ഇന്ത്യയിലെ പ്രമുഖ താരങ്ങളും പുതുതായി ഉയർന്നുവരുന്ന ചെസ് പ്രതിഭകളും തങ്ങളുടേതായ ഇടം കണ്ടെത്തി. ഞാൻ കുറച്ച് ഓപ്പണിംഗ് പ്രിപ്പയർ ചെയ്തു, കുറച്ച് പസേജ് ബ്ലണ്ടർ ചെയ്തു. ഒഴുകിയെത്തിയ മത്സരാർത്ഥികളുടെ എണ്ണം മാത്രമല്ല, അവരുടെ നിലവാരവും ഈ ടൂർണമെന്റിനെ ശ്രദ്ധേയമാക്കി. പല മത്സരങ്ങളും ഉത്സാഹജനകമായ നീക്കങ്ങളുടെയും തന്ത്രങ്ങളുടെയും പോരായ്മകളുമായാണ് മുന്നോട്ടു പോകുന്നത്. ടോട്ടൽ 235 പ്ലേയേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. 207 ഇന്ത്യൻ പ്ലേയേഴ്സ്, ബാക്കിയുള്ളത് പുറമുള്ള പ്ലേയേഴ്സാണ്. അതിൽ 35 പ്ലേയേഴ്സോളം നോൺ പ്ലേയേഴ്സാണ് നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നത്. ചെയ്യുന്ന ഗ്രാൻഡ് മാസ്റ്റേഴ്സും ഇന്റർനാഷണൽ മാസ്റ്റേഴ്സാണ് പങ്കെടുക്കുന്നത്. ചെസ് കളിയുടെ പ്രചാരത്തിനും പുതുതലമുറയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും കോട്ടയം ചെസ് അക്കാദമി അവതരിപ്പിച്ച ഈ വേദി കേരളത്തിലെ ചെസ് ഭാവിക്കായി നല്ലൊരു തുടക്കം കൂടിയാണ്. അകത്ത് കളി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്ത്രം, നിശബ്ദത, കഴിവ്, ഇവ മൂന്നും ചേർന്നിണങ്ങിയതാണ് ഈ ഒരു അരങ്ങ്. 1ാം ഗ്രാൻഡ് മാസ്റ്റർ ഇന്റർനാഷണൽ ചെസ് ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഒരു ചെക്ക്മീറ്റിനപ്പുറമാണ് കോട്ടയത്തിന്റെ ഈ ഒരു ചുവടുവെപ്പ്. കോട്ടയത്ത് നിന്നും മാസ്കോം ന്യൂസിന് വേണ്ടി പ്രിയ.